Hello students. ഈ വീഡിയോയിൽ നമ്മൾ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ഫോർജിങ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോർജിങ് എന്ന ടോപ്പിക്കാണ് പഠിക്കുന്നത്. അപ്പോൾ ഇത് മെറ്റൽ ഫോർജിങ്ങിൻ്റെ അകത്ത് വരുന്ന ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കാണെന്ന് പറയാം. എക്സാമിന് എസ്എ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഫോർജിങ് എന്നോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റൽ ഫോർജിങ് എന്നോ ഒക്കെ എക്സാമിന് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. അപ്പം നമുക്ക് ഈ 3 മാത്രമേ എഴുതേണ്ടതായിട്ടുള്ളൂ. 3 ഓരോ ഫിഗറുണ്ട്. 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ ഈ ഫോർജിങ്ങിനെ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഓപ്പൺ ഡൈ ഫോർജിങ്, ഇംപ്രഷൻ ഡൈ ഫോർജിങ്, ക്ലോസ്ഡ് ഡൈ ഫോർജിങ്, ഇങ്ങനെ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇംപ്രഷൻ ഡൈ ഫോർജിങ്ങിനെ ക്ലോസ്ഡ് ഡൈ ഡ്രോപ്പ് ഫോർജിങ് എന്നും പറയാറുണ്ട്. ഈ ക്ലോസ്ഡ് ഡൈ ഫോർജിങ്ങിനെ പ്രസ് ഫോർജിങ് എന്നും പറയാറുണ്ട്. ഇത് തിരിഞ്ഞു പോകാതിരിക്കുക. അപ്പോൾ ക്ലോസ്ഡ് ഡൈ ഫോർജിങ് എന്ന് പറഞ്ഞാൽ അത് ഈ പ്രസ് ഫോർജിങ് എന്ന് പറയാൻ കാര്യം ഹൈഡ്രോളിക് പ്രസ് ഉപയോഗിച്ചാണ് ഈ ക്ലോസ്ഡ് ഡൈ ഫോർജിങ് ആ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹൈഡ്രോളിക് പ്രസ് ഉപയോഗിച്ച് ചെയ്യുന്നതുകൊണ്ട് പ്രസ് ഫോർജിങ് എന്ന് പറയും. ഹൈഡ്രോളിക് പ്രസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫോർജിങ്ങിന് വേണ്ടി കംപ്രസീവ് ഫോഴ്സ് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹെവി ഡ്യൂട്ടി മെഷീനറിയാണ് ഹൈഡ്രോളിക് പ്രസ് എന്ന് പറഞ്ഞാൽ. ഹൈഡ്രോളിക് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് മെഷീൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് ഹൈഡ്രോളിക് പ്രസ് എന്ന് പറയുന്നത്. വളരെ ഹെവി ഡ്യൂട്ടി, വളരെ ഹെവി ആയിട്ടുള്ള കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും. മേ ബി ഒരു 1 ടൺ അല്ലെങ്കിൽ 2 ടൺ അല്ലെങ്കിൽ ഈവൻ എബോവ് 2 ടൺ അത്രത്തോളം ഹെവി ആയിട്ടുള്ള കംപ്രസീവ് ഫോഴ്സ് വളരെ ഗ്രാജുവലായിട്ട് സ്ലോ ആയിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു മെഷീനറിയാണ് ഈ ഹൈഡ്രോളിക് പ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രസ് ഉപയോഗിച്ച് ചെയ്യുന്ന ഫോർജിങ് മെത്തേഡ് ആയതുകൊണ്ട് അതിനെ പ്രസ് ഫോർജിങ് എന്ന് പറയും. അപ്പോൾ അത് ക്ലോസ്ഡ് ഡൈ ഫോർജിങ് ആണ്. അതുപോലെ തന്നെ ഇംപ്രഷൻ ഡൈ ഫോർജിങ്ങിനെ ഡ്രോപ്പ് ഫോർജിങ് എന്ന് പറയും. ക്ലോസ്ഡ് ഡൈ ഡ്രോപ്പ് ഫോർജിങ് എന്ന് പറയും. ഡ്രോപ്പ് ഫോർജിങ് എന്ന് പറയാൻ കാര്യം ഡ്രോപ്പ് ചെയ്താണ്. അതായത് ഒരു വെയിറ്റ്, ഒരു മേ ബി ഒരു 500 കിലോ അത്രയും ഹെവി ആയിട്ടുള്ള ഹാമർ, അത് വലിയ ബ്ലോക്ക് ആയിരിക്കും. 500 കിലോ എന്ന് പറയുമ്പോൾ അത്രയും വലിയൊരു ബ്ലോക്ക് ആയിരിക്കും ഹാമറായിട്ട് ഉപയോഗിക്കുന്നത്. ആ ഹാമറിനെ ഒരു സെർട്ടൺ ഹൈറ്റിലോട്ട് പൊക്കിയിട്ട് അതിനെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഗ്രാവിറ്റി മൂലം ആ വളരെ ഹെവി വെയിറ്റ് വന്ന് താഴെ ഇരിക്കുന്ന ഡൈയിലോട്ട് വന്ന് ഇടിക്കുകയും അങ്ങനെ ഫോർജിങ് നടക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് അതിനെ ഡ്രോപ്പ് ഫോർജിങ് എന്ന് പറയുന്നത്. ഹൈഡ്രോളിക് പ്രസ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന അത്രത്തോളം ഫോഴ്സ് ഒന്നും ഡ്രോപ്പ് ഫോർജിങ്ങിന് പറ്റത്തില്ല. പക്ഷേ കുറച്ചും കൂടെ പെട്ടെന്ന്, ഈ ഹൈഡ്രോളിക് പ്രസ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ലോ ആയിട്ടുള്ള മെഷീനാണ്. വളരെ ഗ്രാജുവലായിട്ട് കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യത്തുള്ളൂ. പക്ഷേ ഈ ഡ്രോപ്പ് ഫോർജിങ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ സ്പീഡായിട്ട് പെട്ടെന്ന് നമുക്ക് കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡ്രോപ്പ് ഫോർജിങ് എന്ന് പറഞ്ഞാൽ ഹാമർ, വളരെ വെയിറ്റ് കൂടിയ ഹാമറുണ്ട്. അതായത് ഒരു 500 കിലോ അത്രത്തോളം വെയിറ്റുള്ള ഹാമറുണ്ട്. അതിനെ ഒരു സെർട്ടൺ ഹൈറ്റിലോട്ട് പോകും. മേ ബി 1 or 2 മീറ്റർ അത്രത്തോളം ഹൈറ്റിലോട്ട് പൊക്കിയിട്ട് അതിനെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കും, വിട്ടുകൊടുക്കും. അപ്പം ആ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൊണ്ട് അത് താഴെ വന്ന് താഴേക്കുന്ന ഡൈയിൽ വന്ന് ഇടിക്കും. അപ്പോൾ ആ ഉണ്ടാവുന്ന ഇമ്പാക്റ്റ് ആയിട്ടുള്ള കംപ്രസീവ് ഫോഴ്സ് കാരണം ഫോർജിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കും. അപ്പോൾ അതിനെയാണ് ഡ്രോപ്പ് ഫോർജിങ് എന്ന് പറയുന്നത്. അപ്പം ആ ക്ലോസ്ഡ് ഡൈ ഡ്രോപ്പ് ഫോർജിങ്ങിനെ ഇംപ്രഷൻ ഡൈ ഫോർജിങ് എന്നും പറയും. അപ്പോൾ ഇത് ഓരോന്നിൻ്റെയും ഫിഗർ കണ്ട് നമുക്ക് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം ഈ ഡൈ എന്താണെന്ന്, ഇപ്പോൾ എല്ലാത്തിലും ഡൈ എന്ന വാക്കുണ്ട്. ഡൈ എന്താണെന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ഡൈ എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഇപ്പോൾ എന്തെങ്കിലും ഒരു വർക്ക് ഇതാണ് ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ വർക്ക് പീസ് എന്ന് പറഞ്ഞാൽ, അതായത് സ്റ്റാർട്ടിങ്ങിലുള്ള റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു സർക്കുലർ ഷേപ്പിലുള്ള കമ്പോണൻ്റ് ആയിരിക്കാം. ഫിനിഷ്ഡ് പ്രോഡക്റ്റ് നമുക്കൊരു എക്സ്റ്റേണൽ ഷേപ്പിലുള്ള കമ്പോണൻ്റാണ് കിട്ടേണ്ടതെന്ന് കരുതുക. അപ്പോൾ അതിൻ്റെ ഷേപ്പിലുള്ള, ഈ ഷേപ്പ് വരുന്ന ക്യാവിറ്റിയുള്ള 2 ബ്ലോക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കും, 2 ഹാഫായിട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് ഔട്ട്പുട്ടായിട്ട് ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെ ആ ഒരു ഷേപ്പ് എന്താണോ ആ ഷേപ്പിന് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ക്യാവിറ്റി ആയിരിക്കും ആ ബ്ലോക്കിലുള്ളത്. അപ്പോൾ ആ ബ്ലോക്കിനെയാണ് ഡൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഡൈ ഇങ്ങനെ വർക്ക് പീസ് ഇങ്ങനെ വെച്ച് 2 കൂടി ചേർത്ത് വെച്ചിട്ട് കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യും. അതായത് മുകളിലൊരു ഫോഴ്സ് കൊടുക്കുമ്പോഴേക്കും ഈ വർക്ക് പീസ് എന്നുള്ളത് ഈ ഷേപ്പിലായിട്ട് മാറിയെടുക്കും. അപ്പം ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു പാർട്ടിനെ 2 ഹാഫായിട്ടൊക്കെ വെച്ച് ചെയ്യുന്ന ആ ഒരു പാർട്ടിനെ ഡൈ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തൊരു ക്യാവിറ്റി ആണ്. ആ ക്യാവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഫിനിഷ്ഡ് പ്രോഡക്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയമെൻഷനിലുള്ള ഒരു ക്യാവിറ്റി ആയിരിക്കും അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഇതിനെയാണ് ഡൈ എന്ന് പറയുന്നത്. ഇത് മെറ്റൽ കൊണ്ടുണ്ടാക്കിയ സംഭവമായിരിക്കും ഈ ഡൈ എന്ന് പറയുന്നത്. വളരെ ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ വെച്ച് ഉണ്ടാക്കിയതായിരിക്കും ഡൈ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം സംഭവം എന്താണെന്ന്. അപ്പോൾ ഇവിടെ ഈ ഓപ്പൺ ഡൈ ഫോർജിങ്, ആദ്യത്തെ ക്ലാസിഫിക്കേഷനാണ് ഓപ്പൺ ഡൈ ഫോർജിങ് എന്ന് പറയുന്നത്. ഓപ്പൺ ഡൈ ഫോർജിങ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഡൈ എന്ന് പറയുന്ന സംഭവം ഇല്ല. അതായത് ഫ്ലാറ്റ് ആയിട്ടുള്ള 2 സർഫസ് മാത്രമായിരിക്കും. ആ 2 ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിനിടയിൽ വെച്ചിട്ടായിരിക്കും പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് ചൂടാക്കിയ വർക്ക് പീസിനെ നമ്മൾ കംപ്രസ് ചെയ്യുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ ഡൈ എന്ന് പറയുന്ന ആ ഒരു കമ്പോണൻറ്റ് തന്നെ ഇല്ല എന്ന് പറയാം. അപ്പോൾ അതിനെയാണ് ഓപ്പൺ ഡൈ ഫോർജിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സാധാരണ മെയിൻലി യൂസ് ചെയ്യുന്നത് ഇപ്പോൾ എന്തെങ്കിലും സിലിണ്ടറിക്കൽ സർഫസിലുള്ളതിനെ നമുക്ക് സ്ക്വയർ ഷേപ്പിലോട്ട് ആക്കാനൊക്കും, അല്ലെങ്കിൽ ഹെക്സഗണൽ ഷേപ്പിലോട്ട് ആക്കാനൊക്കും, അല്ലെങ്കിൽ വർക്ക് പീസിൻ്റെ തിക്നെസ് കുറയ്ക്കാം. വളരെ വലിയ വർക്ക് പീസിൻ്റെ തന്നെ തിക്നെസ് കുറയ്ക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ലെങ്ത് കൂട്ടാനായിട്ട് സാധിക്കും. അങ്ങനത്തെ സിമ്പിളായിട്ടുള്ള ഷേപ്പിലുള്ള കമ്പോണൻസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഈ ഓപ്പൺ ഡൈ ഫോർജിങ് ഉപയോഗിക്കുന്നത്.
അപ്പോൾ എക്സാമിന് ഇങ്ങനെ ഒരു ഐസോമെട്രിക് വ്യൂ അല്ലെങ്കിൽ 3D വ്യൂവിൻ്റെ ഫിഗർ ഒന്നും വരച്ച് കാണിക്കേണ്ട ആവശ്യമില്ല. 2D വ്യൂ, ഓർത്തോഗണൽ വ്യൂസ് എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള ഫിഗർ വരച്ച് കാണിച്ചാൽ മതി എന്താണ് ഓപ്പൺ ഡൈ ഫോർജിങ് എന്നുള്ളത്. അപ്പോൾ ഇത് എസ്എ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുമ്പോൾ നമുക്ക് 3 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ എഴുതാനുള്ളൂ, മൂന്നെണ്ണം എഴുതാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിഗറും കമ്പൾസറി ആണെന്ന് പറയാം, 3 എണ്ണത്തിനും ഫിഗർ കമ്പൾസറി ആണെന്ന് പറയാം. ഇതിനേക്കാളും സിമ്പിളായിട്ടുള്ള ഫിഗർ ടെക്സ്റ്റിലുണ്ടെങ്കിൽ ആ ഫിഗർ വരച്ച് കാണിച്ചാലും മതി. ഇപ്പോൾ ഈ ഓപ്പൺ ഡൈ ഫോർജിങ് എന്ന് പറയുന്ന ആ സംഭവത്തിൽ ഫോർജിങ് കണ്ടക്ട് ചെയ്യുന്ന സത്യം പറഞ്ഞാൽ ഡൈ ഒന്നും ഉപയോഗിക്കുന്നില്ല, അല്ലാതെ ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിലുള്ളതായിരിക്കും. രണ്ട് സൈഡിലുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ് ആയിരിക്കാം. അപ്പോൾ അത് ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ടുള്ള കമ്പോണൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. മിക്കവാറും ഈ വർക്ക് പീസിൻ്റെ തിക്നെസ് കുറയ്ക്കുക, അല്ലെങ്കിൽ ലെങ്ത് കൂട്ടുക, അല്ലെങ്കിൽ സർക്കുലർ ഷേപ്പിലുള്ള കമ്പോണൻറ്റിനെ സ്ക്വയർ അല്ലെങ്കിൽ ഹെക്സഗണൽ ഷേപ്പ് ആക്കുക, അങ്ങനെ സിമ്പിളായിട്ടുള്ള ഷേപ്പിലുള്ള ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് സാധാരണ ഓപ്പൺ ഡൈ ഫോർജിങ് സാധാരണ ഉപയോഗിക്കുന്നത്. അല്ലാതെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷേപ്പോ അല്ലെങ്കിൽ നല്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കർവോ ഒന്നും കർവുള്ള സർഫസോ വർക്ക് പീസോ ഒന്നും ഇത് വെച്ച് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ് മിക്കവാറും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതാണ് ഈ ഓപ്പൺ ഡൈ ഫോർജിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. നമ്മൾ ഈ പ്രോസസ്സ് എഴുതുമ്പോൾ വർക്കിംഗ് എന്താണ് സംഭവം എന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും കൂടെ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ കുറച്ച് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഞാൻ ഇവിടെ പറയാം. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. പിന്നെ വളരെ കുറച്ച് പ്രോഡക്റ്റ്സേ ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ എങ്കിൽ സാധാരണ ഈ ഓപ്പൺ ഡൈ ഫോർജിങ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ചിലപ്പം എപ്പോഴും ഡിസൈൻ ചേഞ്ചസ് വരുന്ന കമ്പോണൻ്റാണ് ഉണ്ടാക്കേണ്ടതെങ്കിലും ഈ ഓപ്പൺ ഡൈ ഫോർജിങ് ഉപയോഗിക്കത്തുള്ളൂ. കാരണം എപ്പോഴും ഡിസൈൻ ചേഞ്ചസ് വരുന്ന കമ്പോണൻ്റ് ആണെങ്കിൽ നമുക്ക് ഡൈ ഒന്നും ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. കാരണം ഡൈ എന്ന് പറഞ്ഞാൽ ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണെന്ന് പറയാം, പെർമനൻ്റ് ആയിട്ടുള്ളൊരു ക്യാവിറ്റിയാണ്, മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഡൈ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഡൈ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആ കമ്പോണൻറ്റ് ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെ ഷേപ്പും ഡയമെൻഷൻസും ഒന്നും ചേഞ്ച് ചെയ്യാനൊന്നും നോക്കത്തില്ല. അപ്പോൾ സ്റ്റാൻഡർഡൈസ് ആക്കിയ കമ്പോണൻസിൻ്റെ മാത്രമേ ഡൈ വെച്ചിട്ട് നമ്മൾ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കി എടുക്കത്തുള്ളൂ. അങ്ങനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാത്ത പ്രോഡക്റ്റ്സ് ഒക്കെയാണ്, അതായത് ഡയമെൻഷനൊക്കെ എപ്പോഴും ചേഞ്ച് ചെയ്ത് വരും, ഡിസൈനൊക്കെ എപ്പോഴും ചേഞ്ച് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ ആണെങ്കിൽ ഈ ഓപ്പൺ ഡൈ ഫോർജിങ്ങിലൂടെ ആയിരിക്കും മിക്കവാറും ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. പിന്നെ ടൂളിൻ്റെ കോസ്റ്റ് കുറവാണ്. കാരണം ഇത് വളരെ 2 ഫ്ലാറ്റായിട്ടുള്ള സർഫസിൻ്റെ ഇടയിൽ വെച്ച് കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ടൂളിൻ്റെ കോസ്റ്റ് കുറവാണ്. പിന്നെ വളരെ വെറൈറ്റി ഓഫ് കമ്പോണൻസ്, വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വളരെ വെറൈറ്റി ഓഫ് ഡിസൈനിലുള്ള ഡയമെൻഷനിലുള്ള കമ്പോണൻ്റൊക്കെ നമുക്ക് സാധാരണ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഈ ഓപ്പൺ ഡൈ ഫോർജിങ് ഉപയോഗിച്ച്. പിന്നെ കുറച്ച് നമ്പർ ഓഫ് പ്രോഡക്റ്റ്സ് മാത്രം ഉണ്ടാക്കിയാൽ മതിയെങ്കിലും സാധാരണ ഉപയോഗിക്കുന്നത് ഓപ്പൺ ഡൈ ഫോർജിങ് ആണ്. പക്ഷേ ഇതിൻ്റെ ലിമിറ്റേഷൻസ് ഒരുപാടുണ്ട്. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ സാധാരണ സിമ്പിളായിട്ടുള്ള ഷേപ്പിലുള്ള കമ്പോണൻസ് മാത്രമേ നമുക്ക് ഇത് വെച്ച് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ രണ്ടാമത് സ്കിൽഡ് ലേബർ വേണം. ഇതിന് എത്രത്തോളം പെർഫെക്ഷൻ കിട്ടുമോ എന്നുള്ളത് അയാളുടെ അതായത് വർക്ക് ചെയ്യുന്ന ആ വർക്കറിൻ്റെ സ്കില്ലും എക്സ്പീരിയൻസും പ്രാക്ടീസും ഒക്കെ അനുസരിച്ചായിരിക്കും. ഈ പണി നല്ലോണം അറിഞ്ഞുകൂടാത്ത വർക്കറാണ് എങ്കിൽ ഒരുപാട് ടൈം എടുക്കുകയും ചെയ്യും. പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പിലുള്ള കമ്പോണൻറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല. എന്നാൽ എക്സ്പീരിയൻസും നല്ല പ്രാക്ടീസും നല്ല സ്കില്ലും ഉള്ള വർക്കറാണ് എങ്കിൽ അയാൾക്ക് കമ്പാരിറ്റീവ്ലി പെട്ടെന്ന് കറക്റ്റ് ഡയമെൻഷനിലുള്ള സാധനം നമുക്ക് വർക്ക് പീസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സ്കിൽഡ് ലേബർ മസ്റ്റ് ആണെന്ന് പറയാം ഈ ഓപ്പൺ ഡൈ ഫോർജിങ്ങിൽ. പിന്നെ ഡയമെൻഷണൽ ആക്യുറസിയൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമുക്കൊരു 10 mm അതായത് 1 സെൻറ്റിമീറ്റർ തിക്നെസ്സിലുള്ള പ്ലേറ്റാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് കരുതുക ഫോർജിങ് ഉപയോഗിച്ച്. അപ്പോൾ ഈ ഓപ്പൺ ഡൈ ഫോർജിങ്ങിൽ കറക്റ്റ് 10 mm തിക്നെസ്സിലുള്ള ഇത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഈ ഡയമെൻഷണൽ ആക്യുറസി എന്ന് പറഞ്ഞാൽ ചിലപ്പം കൂടി പോകും, ചിലപ്പോൾ കുറഞ്ഞു പോയിരിക്കാം. അപ്പോൾ ഡയമെൻഷണൽ ആക്യുറസി എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. പിന്നെ കൂടുതൽ ടൈം എടുക്കും. നല്ല എക്സ്പീരിയൻസ് ഉള്ള വർക്കറാണ് എങ്കിൽ പോലും നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ടൈപ്പ് ഓഫ് ഫോർജിങ് മെത്തേഡ്സിനെക്കാളും കുറച്ച് കൂടുതൽ ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഓപ്പൺ ഡൈ ഫോർജിങ്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ അത്രത്തോളം ടൈം എടുക്കത്തില്ല, പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുന്ന പ്രോസസ്സൊക്കെയാണ് ഇനി പഠിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഓപ്പൺ ഡൈ ഫോർജിങ് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ടൈം കൂടുതലെടുക്കും. മാത്രമല്ല മാസ് പ്രൊഡക്ഷന് സാധാരണ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഡിസൈനിലുള്ള ഒരു പ്രോഡക്റ്റ് തന്നെ ഒരു 10,000 എണ്ണം ഉണ്ടാക്കുക എന്ന് കരുതുക. അങ്ങനെ 10,000 എണ്ണം, അതായത് ലാർജ് വോളിയം ഓഫ് പ്രോഡക്റ്റ്സ് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഒരേ സെയിം ഡിസൈനിലുള്ള സെയിം ഡയമെൻഷനിലൊക്കെ ഉള്ള ഒരു പർട്ടിക്കുലർ കമ്പോണൻറ്റ് 10,000 യൂണിറ്റ് വെച്ച് ഉണ്ടാക്കണമെങ്കിൽ സാധാരണ ഓപ്പൺ ഡൈ ഫോർജിങ് യൂസ് ചെയ്യാറില്ല. അത് നമ്മൾ ക്ലോസ്ഡ് ഡൈ ഫോർജിങ്, അതായത് ഡൈ ഒക്കെ ഉപയോഗിച്ചുള്ള ഫോർജിങ് മെത്തേഡ് സാധാരണ യൂസ് ചെയ്യാറുള്ളൂ. പക്ഷേ ഡിസൈൻ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പോണൻ്റ് ആണെങ്കിൽ ഓപ്പൺ ഡൈ ഫോർജിങ് ആണ് ബെറ്റർ. അപ്പം ഇങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും ഈ ഓപ്പൺ ഡൈ ഫോർജിങ്ങിനുണ്ട്. ഇനി നമുക്ക് ക്ലോസ്ഡ് ഡൈ ഫോർജിങ് നോക്കാം. ഈ ക്ലോസ്ഡ് ഡൈ ഫോർജിങ് എന്ന് പറഞ്ഞാൽ
എന്ത് ഷേപ്പിലാണോ പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ആ ഷേപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ സെയിം ഡയമെൻഷനിലുള്ള ഡൈ ഉപയോഗിച്ചായിരിക്കും ആ ഫോർജിങ് പ്രോസസ്സ് നടത്തുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കുക, ഈ 2 ഫിഗർ അതൊരു പെയറായിട്ടിരിക്കുകയാണ്. നമുക്കിത് എനിക്കിപ്പോൾ എന്താ ഈ ഷേപ്പിലുള്ള ഒരു പ്രോഡക്റ്റാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്, ഇങ്ങനെ ഈ കർവൊക്കെ ഉള്ള ഷേപ്പിലുള്ള പ്രോഡക്റ്റാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ആ ഷേപ്പിലുള്ള ഒരു ഡൈ നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കും, മെറ്റലിൽ ഡൈ ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് എത്ര ക്വാണ്ടിറ്റി മെറ്റൽ വേണോ അത്രയും മെറ്റലിനെ നമ്മൾ എടുത്തിട്ട്, അതാണ് വർക്ക് പീസായിട്ട് എടുക്കുന്നത്, ഈ ഓറഞ്ച് കളറുള്ള. അപ്പോൾ അതിനെ മെറ്റലിനെടുത്ത് നമ്മൾ പ്ലാസ്റ്റിക് സ്റ്റൈലിലോട്ട് ചൂടാക്കുന്നു. എന്നിട്ട് ഈ ഡൈക്കകത്ത് വച്ചിട്ട് ഡൈക്കകത്ത് കറക്റ്റായിട്ട് ഇവിടെ പ്ലേസ് ചെയ്യുന്നു. പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യും. ഈ കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് പ്രസ് ഉപയോഗിച്ചാണ്. ഹൈഡ്രോളിക് പ്രസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാജുവലായിട്ട് വളരെ ഹെവി കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു മെഷീനറിയാണ് ഹൈഡ്രോളിക് പ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൈഡ്രോളിക് പ്രസ് ഉപയോഗിച്ച് കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കും. കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഡൈയെ മുകളിൽ നിന്ന് താഴോട്ട് പുഷ് ചെയ്യും. രണ്ട് സൈഡിലും ഇവിടെ ഏത് ഹൈഡ്രോളിക് പ്രസ്സിൻ്റെ അകത്ത് ഈ ഡൈ എടുത്ത് വയ്ക്കും, താഴത്തെ ഡൈയോടെ വയ്ക്കും. എന്നിട്ട് മുകളിലത്തെ ഡൈയിലായിരിക്കും ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴേക്കും ഇത് സ്ക്യൂസായി, ഇത് പ്ലാസ്റ്റിക് സ്റ്റൈലിലുള്ള വർക്ക് പീസ് ആണല്ലോ, വളരെ പ്ലാസ്റ്റിക് സ്റ്റൈലിലുള്ള വർക്ക് പീസ് അപ്പോൾ വളരെ സോഫ്റ്റ് ആണ്. അപ്പോൾ കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴേക്കും അതിങ്ങനെ സ്ക്യൂസായി, അതായത് ചപ്പി ഇതിൻ്റെ ഈ ഷേപ്പ്, ആ ക്യാവിറ്റിയുടെ ഷേപ്പ്, ഈ ഡൈക്കകത്തുള്ള ആ ക്യാവിറ്റിയുടെ ആ ഷേപ്പ് അത് അറ്റൈൻ ചെയ്തെടുക്കും. അപ്പോൾ എത്ര ക്വാണ്ടിറ്റി മെറ്റീരിയൽ വേണമെന്നൊക്കെ കറക്റ്റായിട്ട് അവർ മെഷർ ചെയ്തിട്ടായിരിക്കും ഇതിൻ്റെ അകത്ത് വെച്ച് ഇങ്ങനെ കംപ്രസ് ചെയ്യുന്നത്. അങ്ങനെ ഗ്രാജുവലായിട്ടായിരിക്കും കംപ്രസ് ചെയ്യുന്നത്. ഹൈഡ്രോളിക് പ്രസ് എന്ന് പറയുമ്പോൾ വളരെ ഗ്രാജുവലായിട്ടായിരിക്കും കംപ്രസ് ചെയ്യുന്നത്, പക്ഷേ വളരെ ഹെവി ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ വളരെ ഹെവി ഫോഴ്സ് ഗ്രാജുവലായിട്ട് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ, അതായത് ഒറ്റ കംപ്രഷനിൽ തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഡൈ അങ്ങ് ക്ലോസ് ആയി ഈ ഒരു ഷേപ്പിലുള്ള കമ്പോണൻറ്റ് ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് ഈ ഡൈയെ നമ്മൾ റിമൂവ് ചെയ്ത് ഈ പാർട്ടിനെ അങ്ങ് പുറത്തെടുക്കാം. അപ്പോൾ ഈ ഷേപ്പ് തന്നെ അതങ്ങ് റീറ്റെയിൻ ചെയ്തോളും. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ ഷേപ്പിലുള്ള കമ്പോണൻസ് ഉണ്ടാക്കിയെടുക്കുന്ന ആ പ്രോസസ്സിനെയാണ് ക്ലോസ്ഡ് ഡൈ ഫോർജിങ് എന്ന് പറയുന്നത്. അതിനെ പ്രസ് ഫോർജിങ് എന്ന് പറയും. പ്രസ് ഫോർജിങ് എന്ന് പറയാൻ കാര്യം ഹൈഡ്രോളിക് പ്രസ് ഉപയോഗിച്ചാണ് ഈ പ്രോസസ്സ് നടത്തുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇത് വേറൊരു പെയറാണ്, വേറൊരു സെറ്റ് എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഷേപ്പിലുള്ള ഡൈ ആണ് ഈ ഉപയോഗിച്ചിരിക്കുന്നത്, അതായത് ഈ ഷേപ്പിലുള്ള ഒരു കമ്പോണൻ്റാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ അതിന് രണ്ട് ഹാഫായിട്ടായിരിക്കും ഈ ഡൈ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അകത്ത് പ്ലാസ്റ്റിക് സ്റ്റൈലിലോട്ട് ചൂടാക്കിയ ആ വർക്ക് പീസിനെ വയ്ക്കുന്നു. എന്നിട്ട് അതിങ്ങനെ ചേർത്ത് വെച്ചിട്ട് കംപ്രസ് ചെയ്യുന്നു. കംപ്രസ് ചെയ്യുമ്പോഴേക്കും ഈ ഡൈ ക്യാവിറ്റിയിലുള്ള ആ ഷേപ്പ് ആ വർക്ക് പീസ് അറ്റൈൻ ചെയ്യുന്നു. അതിങ്ങനെ സ്ക്യൂസായി ചപ്പി ആ വർക്ക് പീസ് ഈ ഡൈ ക്യാവിറ്റിയിൽ ആ ഒരു ഷേപ്പ് തന്നെ അറ്റൈൻ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് ക്ലോസ്ഡ് ഡൈ ഫോർജിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആക്ച്വലി ഡൈ എന്ന് പറയുന്ന ആ സംഭവം ഉപയോഗിക്കുന്നുണ്ട്. ഓപ്പൺ ഡൈ ഫോർജിങ്ങിൽ ഡൈ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞു, പക്ഷേ ക്ലോസ്ഡ് ഡൈ ഫോർജിങ്ങിൽ നമ്മൾ ഈ ഡൈ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രോസസ്സാണ് ക്ലോസ്ഡ് ഡൈ ഫോർജിങ് എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഗ്രാജുവലായിട്ടാണ്. ഹൈഡ്രോളിക് പ്രസ് ഉപയോഗിച്ച് ഗ്രാജുവലായിട്ടാണ് കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ മിക്കവാറും മോസ്റ്റ് കേസസിലും ഒറ്റ സ്റ്റെപ്പിൽ തന്നെ, ഒറ്റ സ്റ്റേജിൽ തന്നെ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആകും. ഒറ്റ കംപ്രഷനിൽ തന്നെ ഈ കംപ്ലീറ്റ് ആയിട്ട് ഈ ഡൈ ക്യാവിറ്റി അങ്ങ് കംപ്രസ്ഡ് ആയി ക്ലോസ്ഡ് ആയി ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാണ് ക്ലോസ്ഡ് ഡൈ ഫോർജിങ് അല്ലെങ്കിൽ പ്രസ് ഫോർജിങ് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ കണ്ടോ, ഇതാണ് പ്ലാസ്റ്റിക് സ്റ്റൈലിൽ ചൂടാക്കിയ വർക്ക് പീസ് എന്ന് പറയുന്നത്. ഇതാണ് ആ ഡൈ ക്യാവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡൈ ക്യാവിറ്റിയിലുള്ള ഷേപ്പിലോട്ടാണ് ഈ വർക്ക് പീസിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഹൈഡ്രോളിക് പ്രസ് ഉപയോഗിച്ചാണെന്ന് പറയാം. നല്ല ഹൈഡ്രോളിക് പ്രസ് ആണ് ഉപയോഗിച്ചാണ് ആ വളരെ ഹെവി ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഒരു ക്ലോസ്ഡ് ഡൈ ഫോർജിങ് എന്ന് പറഞ്ഞാൽ. പക്ഷേ സംഭവം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന വീഡിയോ ആക്ച്വലി നമ്മുടെ ഈ ക്ലോസ്ഡ് ഡൈ ഫോർജിങ് അല്ലെങ്കിൽ പ്രസ് ഫോർജിങ്ങിൻ്റെ അകത്ത് വരുന്ന ഒരു പ്രോസസ്സ് അല്ല സത്യം പറഞ്ഞാൽ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഇംപ്രഷൻ ഡൈ ഫോർജിങ് ആണ് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇംപ്രഷൻ ഡൈ ഫോർജിങ്ങും നമ്മളിപ്പം പഠിച്ച ക്ലോസ്ഡ് ഡൈ ഫോർജിങ്ങും സംഭവം സെയിം തന്നെയാണ്, ഒരേ പ്രോസസ്സ് തന്നെയാണ്. നമ്മൾ ഇവിടെ കണ്ട ഈ ഇംപ്രഷൻ ഡൈ ഫോർജിങ്ങും ക്ലോസ്ഡ് ഡൈ ഫോർജിങ്ങും ഇത് രണ്ടും സത്യം പറഞ്ഞാൽ സെയിം പ്രോസസ്സ് തന്നെയാണ്, ചെറിയ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മൾ പഠിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഡൈ ഫോർജിങ് ആണ് നമ്മളിവിടെ പഠിച്ചത്, അല്ലെങ്കിൽ പ്രസ് ഫോർജിങ് അല്ലെങ്കിൽ ക്ലോസ്ഡ് ഡൈ ഫോർജിങ് ആണ് പഠിച്ചത്. ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇംപ്രഷൻ ഡൈ ഫോർജിങ്ങിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇതിലുള്ള വ്യത്യാസം എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒന്നിൽ കൂടുതൽ തവണ അതവിടെ കംപ്രഷൻ അവിടെ ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ക്ലോസ്ഡ് ഡൈ ഫോർജിങ്ങിലാണെങ്കിൽ ഹൈഡ്രോളിക് പ്രസ് ഉപയോഗിച്ച് ഒറ്റ സ്റ്റേജിൽ തന്നെ, അതായത് ഒറ്റ കംപ്രഷനിൽ തന്നെ കമ്പോണൻ്റ് കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഈ വീഡിയോയിൽ നിന്ന് കാണുമ്പോൾ തന്നെ അറിയാം, മൾട്ടിപ്പിൾ ടൈംസ് ഇവിടെ ഹാമർ ഇതിലോട്ട് കംപ്രസ്ഡ് ആവുന്നുണ്ട് മൾട്ടിപ്പിൾ ടൈംസ്. അപ്പം അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒന്നിൽ കൂടുതൽ തവണ കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്താണ് ഇതിൽ ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒന്നിൽ കൂടുതൽ തവണ അപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ് അതിൻ്റെ ഇംപ്രഷൻ ഫോർജിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് സത്യം പറഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്.
ഇവിടെ ക്ലോസ് ഡൈ ഫോർജിങ്ങും ഓപ്പൺ ഡൈ ഫോർജിങ്ങിൻ്റെ വ്യത്യാസം നോക്കുക. ഓപ്പൺ ഡൈ ഫോർജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആക്ച്വലി ഡൈ തന്നെ കാണത്തില്ല, ഇവിടെ ഫ്ലാറ്റ് ആയിട്ടുള്ള പീസായിരിക്കും, അതിൽ വെച്ചിട്ട് ജസ്റ്റ് കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇത് ഓപ്പൺ ഡൈ ഫോർജിങ്. ക്ലോസ് ഡൈ ഫോർജിങ് ആണെങ്കിൽ ഒരു ഡൈ ക്യാവിറ്റി അതിൻ്റെ അത് കാണും, അതിൻ്റെ അകത്ത് വർക്ക് പീസ് വെച്ചിട്ടായിരിക്കും ആ കംപ്രഷൻ അവിടെ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെ ക്ലോസ് ഡൈ ഫോർജിങ് എന്ന് പറയാം. ഇംപ്രഷൻ ഡൈ ഫോർജിങ് എന്ന് പറഞ്ഞാൽ സംഭവം എന്താണെന്ന് വെച്ചാൽ വർക്ക് പീസ് അവിടെയും ഡൈ ഉണ്ട്, ഈ ഡൈക്കകത്ത് ഈ വർക്ക് പീസ് പ്ലാസ്റ്റിക് ഷീറ്റിൽ ചൂടാക്കിയ വർക്ക് പീസിൽ വയ്ക്കുന്നു. എന്നിട്ട് ഇമ്പാക്റ്റ് ഫോഴ്സ് ആയിട്ടായിരിക്കും കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അതായത് 3-4 സ്റ്റേജ് ആയിട്ടായിരിക്കും അവിടെ കംപ്രഷൻ നടക്കുന്നത്. ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രോപ്പ് ഫോർജിങ് എന്ന് പറഞ്ഞല്ലോ, ഈ ഇംപ്രഷൻ ഡൈ ഫോർജിങ്ങിനെ ക്ലോസ്ഡ് ഡൈ ഡ്രോപ്പ് ഫോർജിങ് എന്ന് പറഞ്ഞു. ഡ്രോപ്പ് ഫോർജിങ് എന്ന് പറഞ്ഞാൽ ഹാമറിനെ, ഒരു വളരെ വെയിറ്റ് കൂടിയ ഹാമറിനെ, ഒരു 500 കിലോ ഉള്ള ഹാമറിനെ ഒരു സെർട്ടൺ ഹൈറ്റിലോട്ട് പൊക്കിയിട്ട് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ 3-4 തവണ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കും. അങ്ങനെ 3-4 തവണ ഡ്രോപ്പ് ചെയ്യുമ്പം ഓരോ തവണയായിട്ട് അതിങ്ങനെ കംപ്രസ്ഡായി ആണ് ഈ ഫൈനൽ പ്രോഡക്റ്റിലോട്ട് എത്തിച്ചേരുന്നത്. നമ്മുടെ ഹൈഡ്രോളിക് പ്രസ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഒറ്റ സ്റ്റേജിൽ തന്നെ നമുക്ക് അത്രയും ഹെവി ലോഡ് അപ്ലൈ ചെയ്ത് കംപ്രസ് ചെയ്ത് ഫൈനൽ പ്രോഡക്റ്റ് എടുക്കാനൊക്കും. അത് ക്ലോസ്ഡ് ഡൈ ഫോർജിങ്. അതേസമയം ഈ ഇംപ്രഷൻ ഡൈ ഫോർജിങ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ തവണ ഇങ്ങനെ ഫോഴ്സ്, കംപ്രസീവ് ഫോഴ്സ്, ഇമ്പാക്റ്റ് ഫോഴ്സ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അതായത് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കും. ഹാമർ ഈ വളരെ വെയിറ്റ് കൂടിയ ഹാമറിനെ സെർട്ടൺ ഹൈറ്റിലോട്ട് പൊക്കിയിട്ട്, കുറച്ച് ഹൈറ്റിലോട്ട് പൊക്കിയിട്ട് അതിനെ വിട്ടു കൊടുക്കും. ഡ്രോപ്പ് ചെയ്ത് കൊടുത്ത് അതിങ്ങനെ വന്ന് ഇടിക്കും. വളരെ ഹൈ ഫോഴ്സിൽ, വളരെ ഹൈ കൈനറ്റിക് ഫോഴ്സിൽ വന്ന് ഇടിക്കും. അങ്ങനെ ഇടിച്ച് കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്താണ് അവിടെ ഫോർജിങ് നടക്കുന്നത്. അങ്ങനെ 3-4 തവണ അങ്ങനെ ഇടിച്ച് കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ആയാണ് ഒരു ഫൈനൽ പ്രോഡക്റ്റിലോട്ട് എത്തിച്ചേരുന്നത്. അങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് ഇങ്ങനെ കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്താണ് പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ അതിന് ഇംപ്രഷൻ ഡൈ ഫോർജിങ് എന്ന് പറയും. അപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഡൈ ഫോർജിങ് ആണെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ പ്രോസസ്സ് തീരും. ഹൈഡ്രോളിക് പ്രസ് ഉപയോഗിച്ച് ഗ്രാജുവലായിട്ടാണ് കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഹൈഡ്രോളിക് പ്രസ് ഉപയോഗിച്ച് ഗ്രാജുവലായിട്ട് കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു. അത് ഫൈനൽ പ്രോഡക്റ്റ് കിട്ടും. പക്ഷേ ഈ ഡ്രോപ്പ് ഫോർജിങ്, അതായത് ഇംപ്രഷൻ ഡൈ ഫോർജിങ്ങിലാണെങ്കിൽ ഒറ്റ സ്റ്റെപ്പിലായിട്ടായിരിക്കത്തില്ല, പല സ്റ്റേജസ് ആയിട്ടായിരിക്കും. അതായത് പല തവണ ഒന്നിൽ കൂടുതൽ ഇമ്പാക്റ്റ് ഫോഴ്സ് ഇങ്ങനെ കൊടുത്താണ് അതിനെ ചപ്പിച്ച് ആ ഫൈനൽ ഷേപ്പിലോട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതാണ് ഈ ഇംപ്രഷൻ ഡൈ ഫോർജിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അതിനെ ക്ലോസ്ഡ് ഡൈ ഡ്രോപ്പ് ഫോർജിങ് എന്ന് പറയാം. അപ്പോൾ ഇവിടെയും ഡൈ ഉപയോഗിക്കുന്നുണ്ട്, ക്ലോസ്ഡ് ഷേപ്പ് ആയിട്ടുള്ള ഡൈ തന്നെയാണ് ഉപയോഗിക്കുന്നത്, പക്ഷേ ഡ്രോപ്പ് ഫോർജിങ് എന്ന പ്രോസസ്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഡ്രോപ്പ് ഫോർജിങ് എന്ന ആ സംഭവത്തിൻ്റെ വീഡിയോ ഇവിടെ കാണുക. ഇവിടെ ഡൈ ഒന്നും ഉപയോഗിക്കുന്നില്ല, ജസ്റ്റ് ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിൽ ഫോർജിങ് നടത്തുന്നതാണ്. പക്ഷേ ഈ സംഭവം ഡ്രോപ്പ് ഫോർജിങ് ആണ് ഉപയോഗിക്കുന്നത്. കണ്ടോ, ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ഹാമർ എന്ന് പറയുന്നത്. ഈ ഹാമർ എന്ന് പറയുന്ന ആ സംഭവത്തിന് മേ ബി 500 കിലോ അല്ലെങ്കിൽ 1 ടൺ അത്രത്തോളം ഹൈറ്റൊക്കെ കാണും. അപ്പോൾ അതിനെ ഒരു സെർട്ടൺ ഹൈറ്റിലോട്ട് പൊക്കി, ഇതിപ്പോൾ ഒരു പക്ഷേ ഒരു 2 മീറ്റർ ഹൈറ്റിലായിരിക്കും പൊക്കുന്നത്. ആ സെർട്ടൺ ഹൈറ്റിലോട്ട് പൊക്കിയിട്ട് അതിങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കും, വിട്ടുകൊടുക്കും. അപ്പോൾ ആ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കാരണം താഴെയുള്ള ആ വർക്ക് പീസിലോട്ട്, പ്ലാസ്റ്റിക് ഷീറ്റിലോട്ട് ചൂടാക്കി വെച്ചിരുന്ന വർക്ക് പീസിലോട്ട് വന്ന് വീണ് അതോടെ ഫോർജിങ് ആ പ്രോസസ്സ് നടക്കും. അപ്പോൾ ഇവിടെ ഇത്രയും ഹൈറ്റിലുള്ള സംഭവം ഇങ്ങനെ ഓരോ തവണ ഇങ്ങനെ വീഴും തോറും അതിൻ്റെ ലെങ്ത് കുറഞ്ഞു വരും. ഇതിപ്പം ഡൈ ഒന്നും ഉപയോഗിക്കുന്നില്ല, 2 സർഫസും ഫ്ലാറ്റാണ്. ഈ സർഫസും ഫ്ലാറ്റാണ്, ഈ വന്നിരിക്കുന്ന ഹാമറിൻ്റെ സർഫസും ഫ്ലാറ്റാണ്. അപ്പോൾ ഇത് ആക്ച്വലി ക്ലോസ്ഡ് ഡൈ ഫോർജിങ് അല്ല, പക്ഷേ ഹാമർ ഈ ഡ്രോപ്പ് ഫോർജിങ് ആ ഒരു സംഭവം കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ കാണിച്ചത്. അപ്പോൾ നമ്മുടെ ഇംപ്രഷൻ ഫോർജിങ്ങിലാണെങ്കിൽ ഇവിടെ ഡൈ ക്യാവിറ്റിയും കൂടെ കാണും. ആ ഡൈ ക്യാവിറ്റി 2 ഹാഫ് ഡൈയുടെ അകത്തായിരിക്കും ഈ പ്രോഡക്റ്റ് വയ്ക്കുന്നത്. ഐ മീൻ ഈ പ്ലാസ്റ്റിക് ഷീറ്റിലുള്ള ഈ വർക്ക് പീസ് വയ്ക്കണം. എന്നിട്ടായിരിക്കും ഹാമർ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്നിൽ കൂടുതൽ തവണ, ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, ഒന്നിൽ കൂടുതൽ തവണ ഹാമർ വന്ന് ഈ വർക്ക് പീസിലോട്ട് ഇടിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഡ്രോപ്പ് ഫോർജിങ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒന്നിൽ കൂടുതൽ തവണ കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്താണ് ഫോർജിങ് പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ അവിടെ ഡൈ കാണും. നമ്മൾ ഈ വീഡിയോയിൽ ഡൈ ഇല്ലായിരുന്നു, പക്ഷേ ആക്ച്വലായിട്ട് ഡൈ അവിടെ ഉണ്ടായിരിക്കും. ആ ഡൈക്കകത്ത് വെച്ചിട്ടായിരിക്കും, ഈ ഡൈയുടെ മുകളിലായിരിക്കും ഈ ഹാമർ വന്ന് പതിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്ന ആ പ്രോസസ്സിനാണ് ഇംപ്രഷൻ ഡൈ ഫോർജിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്ലോസ്ഡ് ഡൈ ഡ്രോപ്പ് ഫോർജിങ് എന്നും പറയാം. അപ്പോൾ ഇതാണ് 3ാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ നേരത്തെ ആദ്യം പഠിച്ച ക്ലോസ്ഡ് ഡൈ ഫോർജിങ്ങും ഇംപ്രഷൻ ഡൈ ഫോർജിങ്ങും ബേസിക്കലി ഒന്ന് തന്നെയാണ്. ക്ലോസ്ഡ് ഡൈ ഫോർജിങ് ആണെങ്കിൽ ഹൈഡ്രോളിക് പ്രസ് ഉപയോഗിച്ച് വളരെ ഗ്രാജുവലായിട്ടാണ് കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അതേസമയം ഇംപ്രഷൻ ഫോർജിങ്ങിലാണെങ്കിൽ ഇമ്പാക്റ്റ് ഫോഴ്സ്, അത് ഡ്രോപ്പ് ഫോർജിങ് ആയതുകൊണ്ട് ഇമ്പാക്റ്റ് ഫോഴ്സ് ഉപയോഗിച്ച് ഒന്നിൽ കൂടുതൽ തവണ ആ ഫോഴ്സ് അപ്ലൈ ചെയ്താണ് പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച ഓപ്പൺ ഡൈ ഫോർജിങ്ങിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും പറഞ്ഞായിരുന്നു. അതിന് നേരെ ഓപ്പോസിറ്റ്, ഓപ്പൺ ഡൈ ഫോർജിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് ആണ് അത് കഴിഞ്ഞിട്ടുള്ള ഈ ഇംപ്രഷൻ ഡൈ ഫോർജിങ്ങിൻ്റെയും ക്ലോസ് ഡൈ ഫോർജിങ്ങിൻ്റെയും അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഓപ്പൺ ഡൈ ഫോർജിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് ആണ് ഇതിൻ്റെ രണ്ടിൻ്റെ അഡ്വാൻറ്റേജസ്. ഓപ്പൺ ഡൈ ഫോർജിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് ആണ്, അഡ്വാൻറ്റേജസ് ആണ് ഇതിൻ്റെ രണ്ടിൻ്റെ ലിമിറ്റേഷൻസ് വേണമെങ്കിൽ പറയാം. അതായത് ഓപ്പോസിറ്റ് ആയിട്ട് വരും.
അപ്പോൾ ഞാൻ ക്ലോസ് ഡൈ ഫോർജിങ് അല്ലെങ്കിൽ ഇംപ്രഷൻ ഡൈ ഫോർജിങ്ങിന് അഡ്വാൻറ്റേജസ് കുറച്ച് പറയാം. ഒന്ന്, കുറച്ച് ടൈമേ എടുക്കത്തുള്ളൂ എന്ന് പറയാം. വളരെ വേണം. ഹൈഡ്രോളിക് പ്രസ് ആയിരുന്നാലും ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ചെയ്ത് തരും. ഡ്രോപ്പ് ഫോർജിങ്ങിലായിരുന്നാലും, അതായത് ഇംപ്രഷൻ ഡൈ ഫോർജിങ്ങിലായിരിക്കും, ഇംപ്രഷൻ ഡൈ ഫോർജിങ്ങിലായിരുന്നാലും കമ്പാരിറ്റീവ്ലി സ്പീഡ് കൂടുതലാണെന്ന് പറയാം. പെട്ടെന്ന് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇംപ്രഷൻ ഡൈ ഫോർജിങ്ങും ക്ലോസ്ഡ് ഡൈ ഫോർജിങ്ങും. പിന്നെ മാസ് പ്രൊഡക്ഷന് സൂട്ടബിളാണ് ഈ രണ്ട് സംഭവം. ഇപ്പോൾ ഒരു സെയിം പ്രോഡക്റ്റ് തന്നെ, ഒരു സെയിം ഡയമെൻഷനുള്ള സെയിം ഡിസൈനിലുള്ള ഒരു പ്രോഡക്റ്റ് ഒരു 10,000 യൂണിറ്റ് വെച്ച് ഉണ്ടാക്കണമെങ്കിൽ സാധാരണ ഈ ഇംപ്രഷൻ ഡൈ ഫോർജിങ് അല്ലെങ്കിൽ ക്ലോസ് ഡൈ ഫോർജിങ് ആണ് ഉപയോഗിക്കുന്നത്. കാരണം അതിൽ ഡൈ ഉപയോഗിക്കുന്നുണ്ട്. ഏത് ഷേപ്പിലും സൈസിലുള്ള പ്രോഡക്റ്റാണ് വേണ്ടത്, ആ ഷേപ്പിലും സൈസിലുള്ള ക്യാവിറ്റിയുള്ള ഡൈ ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതി. ആ ഡൈ വെച്ച് നമുക്ക് 10,000 അല്ല മേ ബി 1,00,000 യൂണിറ്റ്സ് വേണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം മാസ് പ്രൊഡക്ഷന് വേണ്ടി സാധാരണ ഉപയോഗിക്കുന്നത് ഇംപ്രഷൻ ഡൈ ഫോർജിങ് അല്ലെങ്കിൽ ക്ലോസ് ഡൈ ഫോർജിങ് ആണ്. അപ്പോൾ അത് മാസ് പ്രൊഡക്ഷൻ സൂട്ടബിളാണ്. പിന്നെ ഡയമെൻഷൻ കറക്റ്റായിട്ട് കിട്ടും. ഓപ്പൺ ഡൈ ഫോർജിങ് പോലെയല്ല, ഇവിടെ ഡൈ ഉപയോഗിക്കുന്നത് കൊണ്ട് ആ ഡൈയുടെ കറക്റ്റ് ഡയമെൻഷനിലുള്ള വർക്ക് പീസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഡയമെൻഷനിൽ ആക്യുറസി കൂടുതലാണെന്ന് പറയാം. പിന്നെ സ്കിൽഡ് ലേബർ അത്ര വേണമെന്നില്ല, സെമി സ്കിൽഡ് ലേബർ ആയിരുന്നാലും മതി. ഹൈഡ്രോളിക് പ്രസ് ഉപയോഗിക്കാനുള്ള അല്ലെങ്കിൽ ആ ഡ്രോപ്പ് ഫോർജിങ്ങിന് വേണ്ടി ആ ഡ്രോപ്പ് ഹാമർ ഉപയോഗിക്കാനുള്ള സ്കില്ല് മാത്രം മതി. അല്ലാതെ വലിയ ഫോർജിങ്ങിന് വേണ്ടി വലിയ സ്കില്ലിൻ്റെ ഒന്നും ആവശ്യമില്ല ഇംപ്രഷൻ ഡൈ ഫോർജിങ്ങും ക്ലോസ് ഡൈ ഫോർജിങ്ങും ആ പ്രോസസ്സ് നടത്താനായിട്ട്. അപ്പോൾ സെമി സ്കിൽഡ് ലേബർ മതി എന്നൊക്കെ പറയാം. അതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ലിമിറ്റേഷൻ എന്തെന്ന് പറഞ്ഞാൽ ടൂളിംഗ് കോസ്റ്റ് കൂടുതലാണ്. ഡ്രോപ്പ് ഹാമറിന് അതിൻ്റെ ഇനിഷ്യൽ കോസ്റ്റ്, ആ മെഷീനറി കോസ്റ്റ് കൂടുതലാണ്. അതിനേക്കാളും ഒരുപാട് പ്രൈസ് കൂടുതലാണ് ഈ ഹൈഡ്രോളിക് പ്രസ് എന്ന് പറയുന്നത്. വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള എക്യുപ്മെൻ്റാണ് ഹൈഡ്രോളിക് പ്രസ് എന്ന് പറയുന്നത്. മാത്രമല്ല അതിന് മെയിൻ്റനൻസും ഒരുപാട് ചിലവേറിയ തന്നെയാണ്. മാത്രമല്ല അതിന് പവറൊക്കെ വേണ്ടി വരും അത് പ്രവർത്തിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് കോസ്റ്റ് കൂടുതലാണ്, ടൂളിംഗ് കോസ്റ്റ് കൂടുതലാണ് ഇംപ്രഷൻ ഡൈ ഫോർജിങ്ങിനും ക്ലോസ്ഡ് ഡൈ ഫോർജിങ്ങിനും. പിന്നെ കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കണമെങ്കിൽ സാധാരണ ഈ മെത്തേഡ് യൂസ് ചെയ്യാറില്ല. കാരണം ഡൈ ഒക്കെ ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് ഈ കമ്പോണൻസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഡൈ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ സാധാരണ സ്റ്റാൻഡേർഡ് പ്രോഡക്ട്സ്, ഒരുപാട് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്ട്സ് ഉണ്ടാക്കണമെങ്കിൽ മാത്രമേ നമ്മൾ ഡൈ ഒക്കെ ഉണ്ടാക്കിയെടുക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറഞ്ഞ പ്രൊഡക്ഷൻ വോളിയമാണ്, കുറഞ്ഞ യൂണിറ്റ്സ് മാത്രം ഉണ്ടാക്കുകയാണെങ്കിൽ സാധാരണ ഈ രണ്ട് മെത്തേഡ് യൂസ് ചെയ്യാറില്ല. എപ്പോഴും ഓപ്പൺ ഡൈ ഫോർജിങ് ഉപയോഗിക്കത്തുള്ളൂ. അപ്പോൾ അത് ഇതിൻ്റെ ലിമിറ്റേഷനായിട്ട് പറയാം. പിന്നെ സാധാരണ സ്റ്റാൻഡേർഡൈസ് ചെയ്ത, അതായത് ഡയമെൻഷനിലൊന്നും മാറ്റമില്ലാത്ത, ഡിസൈനിലൊന്നും ഒരു മാറ്റവും വരാത്ത കമ്പോണൻസ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ സാധാരണ ഈ രണ്ട് മെത്തേഡ്സും യൂസ് ചെയ്യാറുള്ളൂ. എപ്പോഴും ഡിസൈൻ ചേഞ്ചസ് വരുന്ന, ഡയമെൻഷനൊക്കെ ചേഞ്ച് ചെയ്യുന്ന വർക്ക് പീസാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ സാധാരണ ഓപ്പൺ ഡൈ ഫോർജിങ് ഉപയോഗിക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. കോമൺ സെൻസ് ഉപയോഗിച്ച് മനസ്സിലാക്കി വയ്ക്കാൻ അല്ലെങ്കിൽ ഓർത്ത് വയ്ക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഓപ്പൺ ഡൈ ഫോർജിങ്ങും ക്ലോസ്ഡ് ഡൈ ഫോർജിങ്ങും പിന്നെ ഇംപ്രഷൻ ഡൈ ഫോർജിങ്ങും. ഇത് എക്സാമിന് SI ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ 3 എണ്ണത്തിനും ഫിഗർ വരച്ച് വേണം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.